അത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവുക? ഓക്കെ പ്ലീസ്. ഇവിടെ കേരളത്തോട് കാണിക്കുന്ന അന്യായം ഞാൻ ചോദിക്കട്ടെ. 21, 22 നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് 21, 22 മുതൽ കേരളത്തിന്റെ കടം വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് എന്ത് ന്യായ? 19,120 കോടി 21, 22 വർഷത്തെ പണത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ന്യായ? അത് ന്യായമാണെന്ന് പറയാൻ വേണ്ടി കഴിയോ? കേരളത്തിന്റെ ഖജനാവിലുള്ള ട്രഷറിയിലുള്ള 18,000 കോടി രൂപ കേരളത്തിന്റെ കടമാണ് എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞാൽ അത് ന്യായമാണോ? ഓഫ് ബജറ്ററി ലോണ് ഇന്ത്യയിൽ എവിടെയും കടത്തിന് പെടുന്നില്ല, കേരളത്തിൽ പെടുത്തുന്നു. അത് ന്യായമാണോ? അത് ന്യായമല്ലെന്ന് പറയാൻ എനിക്ക് അവകാശമില്ലേ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തതിന്റെ 4 ഇരട്ടി വീട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3,70,000 വീട്. അത് പറയാൻ എനിക്ക് അവകാശമില്ലേ? കേന്ദ്ര ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് ആയിരക്കണക്കിന് കോടി രൂപ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു പണം. ഒരൊറ്റ കോൺഗ്രസ്സുകാരന്റെ നാവനങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ ഓരോ മുതലാളി കയ്യിൽ നിന്നും അങ്ങനെ പണമാക്കുന്നില്ല. ഞാൻ ഓർമ്മിച്ച് പറയും, ഒരു വൻകിട മുതലാളി കയ്യിൽ നിന്നും ഞങ്ങൾ പണമാക്കുന്നില്ല. എന്ത് പണമാക്കുന്നു എന്നാണ്? പിന്നെ നിങ്ങൾക്ക് എല്ലാം സംഘാടക സമിതി വെച്ചല്ലേ ഇത് നടത്തിയത്? കൺവീനർ ജില്ലാ കളക്ടർ അല്ലേ? നവകേരള സദസ്സിന്റെ എല്ലാ ജില്ലയിലുമുള്ള അതിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ആരാ? അതിന്റെ ചെയർമാൻ MLA ആണ്. അതിന്റെ കൺവീനർ കളക്ടറാണ്. കളക്ടറോട് ചോദിച്ചാൽ അതിന് കണക്ക് പറയും. അത് നിങ്ങളെന്തിനാ ബേജാറാവേണ്ട കാര്യം? പിന്നെ ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാനാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഒരു സംശയങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളിപ്പോ ധാതു ലവണങ്ങൾ ഞങ്ങൾ കൊടുത്തു. ആർക്കാ കൊടുത്തത് പറയട്ടെ? ഒരു മുതലാളിക്ക് കേരളത്തിലെ നിങ്ങളാണല്ലോ ഈ കരിമണൽ കൊടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ആർക്കറിയാതിരിക്കുന്നത്? ധാതു ലവണങ്ങൾ കൊടുത്തിപ്പാരാ? BJPയുടെ ഗവൺമെന്റ് അല്ലേ? അതായിരിക്കും അമ്പായിരിക്കും. നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ? ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ആർക്ക് കൊടുത്തു ധാതു ലവണം? ഏത് മുതലാളിക്ക് കൊടുത്തു? പറയണ്ടേ? ജനങ്ങളെ നിങ്ങൾക്ക് യാതൊരു വർത്താനമില്ല. ആ കാര്യം ധനകാര്യങ്ങൾ പരിശോധിക്കുമ്പോ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ധനക്കമ്മിയിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ഇപ്പൊ കേരളമാണ്, 3.4. റവന്യൂ കമ്മി 2.4. RBIയുടെ കണക്ക് വന്നല്ലോ കഴിഞ്ഞ ആഴ്ച. പറഞ്ഞെന്താ? നികുതി വരുമാനത്തിൽ ഈ കൊല്ലം, ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ നികുതി വരുമാനമുള്ള ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളം. 21, 22 47,000, 22, 23 58,000, ഇപ്പോൾ 70,000 കോടി. ഏറ്റവും വലിയ മികച്ച വർധനമാണ്. കുടിശ്ശിക പിരിക്കുന്നതിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. പിന്നെ ഏത് കാര്യത്തിൽ പുറകിലുണ്ടെന്ന് പറയുന്നത്? ലൈസൻസ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിൽ പുറകിലാണ്, ഉച്ചക്കഞ്ഞിയുടെ പുറകിലാണ് എന്ന പ്രശ്നമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മളോട് ധനകാര്യ കമ്മീഷന്റെ ക്രൈറ്റീരിയ കാര്യത്തിൽ ഒക്കെ നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ ക്ഷാമകാലത്തെ നിങ്ങൾ തന്നെ പറയുന്ന എല്ലാ വാദവും അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ, ധനകാര്യ കമ്മീഷൻ ഇതൊക്കെ അംഗീകരിക്കാം. ഈ ക്ഷാമകാലത്ത് കാണിക്കുന്ന അച്ചടക്കം നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ PR പരിപാടികളെല്ലാം വളരെ ഭംഗിയായി നടക്കും, ബാക്കിയെല്ലാം പെൻഡിങ്ങിൽ എന്ന പ്രശ്നമുള്ളതാണ്.